സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം അരികിൽ വന്നു ഉള്ളം കരയുന്നതായി കാതിൽ തിരുമൊഴി കേട്ടു നീ എൻ കൈതലല്ലേ ആണിപ്പഴുതുള്ള കൈകളാണെന്നെ മാറോട് ചേർത്തണച്ചു. നാമം കാതിൽ എന്നീശോതൻ നാദം മഹിതാശകളും എന്നെ പുൽകിടുമ്പോൾ എന്നും നിന്നിതമറിയാൻ ഹൃദയം പ്രാപ്തമാക്കൂ. നിന്നിതമല്ല തിരുഹിതമെന്നിൽ എന്നെന്നും നിറവേറണം. എന്നീശോതൻ നാമം കാതിൽ എന്നീശോതൻ നാദം കണ്ണിൽ ഈശോതൻ രൂപം നെഞ്ചിൽ ഈശോതൻ സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം. ഒരു വിലയേറിയ യുവജന കൺവെൻഷൻ്റെ മനോഹരമായ നല്ല രാത്രിക്കായി ഈ ആരാധന യുവജനങ്ങൾക്ക് മാത്രമല്ല, ആരാധിക്കുന്ന എല്ലാ മക്കൾക്കും ഏറ്റവും അനുഗ്രഹമായി തീർത്തതിനായി ദൈവത്തോട് നന്ദി പറയാം. ഈ ലോകത്ത് മറ്റേതിനേക്കാൾ ദൈവവചനത്തിൻ്റെ ശക്തി ഭയങ്കരമാണ്. നാം ഇന്ന് ജീവിച്ചിരിക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ട, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ ജീവനെ നൽകിയ ആ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും മാത്രമാണ്. അതുകൊണ്ട് അല്പസമയം ദൈവമേ എന്നെ ശക്തിപ്പെടുത്തിയതിനായി, എൻ്റെ ജീവിതത്തിലെ കുറവുകൾ നിൻ്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കുവാൻ ഞാൻ ആരാധനയിലേക്ക് വന്നിരിക്കുന്ന കർത്താവ്, എൻ്റെ പാപഭാരത്തെ ഇറക്കി വയ്ക്കുവാൻ പറ്റിയതായ ഒരു വിലയേറിയ സ്ഥലം ആരാധന സ്ഥലമാണ്. ഇത് നിർവിചാര അനുഭവത്തോടുകൂടെ തള്ളിക്കളയേണ്ട ഒരു സ്ഥലമല്ല. അതുകൊണ്ട് ദൈവമേ എന്നെ പൂർണ്ണമായി അങ്ങയുടെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണം. എൻ്റെ പാപഭാരത്തെ പൂർണ്ണമായി മാറ്റി ദൈവം എന്നെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ പാപം
വാക്കുകൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് ചെയ്ത പാപങ്ങളെ ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ പാപത്താൽ നിങ്ങളുടെ ജീവിതത്തെ ആ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ അത് തിരിച്ചു തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. ബഹുമാനവും സ്നേഹമുള്ള അച്ഛനിൽ കൂടെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ ശ്രദ്ധയോടെ കേൾക്കുവാൻ അവസരം നൽകിയാൽ ഈ ദേശത്ത് ഈ സഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. ഈ മൈക്രോഫോണിൻ്റെ ശബ്ദപരിധിക്കുള്ളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ദൈവമേ നീ അനുഗ്രഹിക്കണമേ. ഈ രക്തം സംസാരിക്കട്ടെ. ഈ ലോകത്ത് കർത്താവെ മാറി നിൽക്കുന്ന, ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതിരിക്കുന്ന മനുഷ്യരോട് ദൈവത്തിൻ്റെ വചനം മുഖാന്തരം, ഈ രക്തം മുഖാന്തരം സംസാരിക്കപ്പെടുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ ഹൃദയങ്ങളും ഒരു നിമിഷം, ദൈവമേ യുവജന കൺവെൻഷനാണ് ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വചനത്തിലൂടെ മനോഹരമായ പാട്ടുകളിലൂടെ കേൾക്കുവാൻ കഴിഞ്ഞത്. ബൈബിൾ പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ദൈവസന്നിധിയിലേക്ക് വരുവാൻ ഇന്ന് രാവിലെ കേട്ട് പ്രാതൽ കഴിക്കുവാനായിട്ട് ക്ഷണിച്ച ഓരോ മക്കളോടും പറയുന്നു, ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ പകരുകയാണ്. ആ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ പകരുകയാണ്. ആ ശക്തി നിങ്ങൾക്ക് വീണ്ടും സ്വാധീനിക്കപ്പെടുവാൻ, ആ ശക്തിയിൽ ജീവിക്കുവാൻ ദൈവം ഈ ഭൂമിയിൽ എത്ര കാലം ആയുസ്സും ആരോഗ്യം നൽകിയോ, അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. യേശു അപ്പ എന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു പിതാവുണ്ട്. ആ പിതാവിൻ്റെ സന്നിധിയിൽ കാൽവരി ക്രൂശിലൂടെ നമുക്ക് ലഭിച്ച ആ സ്നേഹം ഏറ്റവും ശ്രേഷ്ഠമായി അനുഗ്രഹമായി തീരുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവൻ നമുക്ക് ആശ്വാസവും അനുഗ്രഹവും പകരുന്ന ദൈവമാണ്. അവൻ്റെ സന്നിധിയിൽ വിനയപ്പെടാം. താഴ്മയോടെ വിനയത്തോടുകൂടെ ദൈവമേ എൻ്റെ മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് ചെയ്ത പാപങ്ങളെല്ലാം ഇറക്കി വെച്ചുകൊണ്ട് ഞാൻ കാൽവരി ക്രൂശിൻ്റെ അടിവാരത്തിലേക്ക് വരുന്നു എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിടുന്ന ദൈവസ്നേഹത്തിൻ വൻ കൃപയെ, ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിടുന്ന ദൈവസ്നേഹത്തിൻ വൻ കൃപയെ, ഒഴുകി ഒഴുകി അടിയാനിൽ പെരുകേണമേ, സ്നേഹ സാഗരമായി ഒഴുകി ഒഴുകി അടിയാനിൽ പെരുകേണമേ, സ്നേഹ സാഗരമായി സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. സ്നേഹവാനായ നല്ല ദൈവമേ, പരിശുദ്ധ പിതാവേ, അനുഗ്രഹമേറിയ ഈ നല്ല രാത്രിയിൽ ഞങ്ങൾക്ക് ആവശ്യമായ ചിന്തകളിലൂടെ പരിപാലിച്ച സർവശക്തനായ ദൈവമേ, അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പകർന്ന് അങ്ങ് ഞങ്ങൾക്ക് കരുണയും സമാധാനവും നൽകി എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്ത പരിശുദ്ധനായ ദൈവമേ,
ഞങ്ങളെ വീണ്ടെടുത്ത വലിയ സ്നേഹത്തിനും കരുതലിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളെ എത്രത്തോളം കൊണ്ടുവന്നല്ലോ ദൈവമേ. ഈ ലോകത്ത് മറ്റാർക്കും ഞങ്ങളെ സ്നേഹിക്കുവാൻ കഴിയാതെ ഞങ്ങൾ ഈ ലോകത്ത് വീണ് കിടന്നപ്പോൾ, ഞങ്ങളുടെ വഴിയാത്രയിൽ ഞങ്ങൾക്ക് അപകടങ്ങൾ സംഭവിച്ചപ്പോൾ, ഞങ്ങൾ കണ്ണുനീരിലായിരുന്നപ്പോൾ, ദൈവമേ നീ കരുതിയ കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവും നൽകി ദൈവം വഴി നടത്തണമേ. ഈ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയെ ദൈവം അനുഗ്രഹിക്കണമേ. എല്ലാ പ്രിയപ്പെട്ടവരും ഈ ആരാധനകളിൽ പങ്കെടുത്ത് അവർ സന്തോഷത്തോടെ ജീവിക്കുവാൻ, തലമുറകൾ അനുഗ്രഹം പ്രാപിപ്പാൻ അവരെ അങ്ങ് സഹായിക്കണമേ. കർത്താവ്, ഞങ്ങളുടെ സഭയിലെ കമ്മിറ്റി അംഗങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ കർത്താവെ നടത്തിപ്പുകൾ ഞങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായി. കഴിഞ്ഞ നാളുകളിൽ കർത്താവെ കമ്മിറ്റിയായി പ്രവർത്തിച്ച പ്രിയപ്പെട്ട മക്കളുണ്ട് ദൈവമേ. അവരുടെ കഠിനാധ്വാനവും പ്രാർത്ഥനയും സഭയിൽ മുതൽക്കൂട്ടാണ്. അത് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാണ്. ഇനിയും വരുന്ന നാളുകളിൽ കർത്താവെ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ ഫലവത്തായി ഞങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവം കൃപ ചെയ്യണമേ. നല്ല യുവജനങ്ങളുടെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവം കൃപ ചെയ്യണമേ. മനോഹരമായ പാട്ടുകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. പരിശുദ്ധനായ ദൈവത്തിൻ്റെ കരുണയും കാവലും എപ്പോഴും അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, സന്ദേശം നൽകിയ പ്രിയ അച്ഛനെയും കുടുംബത്തെയും, അതുപോലെ കർത്താവെ സാക്ഷ്യം പറഞ്ഞ പ്രിയ മകനെയും, ഇന്ന് ഞങ്ങൾക്ക് രാവിലെ ലഭിച്ച മനോഹരമായ ചിന്തകളെയും മനോഹരമായ പ്രാർത്ഥനകളും ആരാധനകളും എല്ലാം ഞങ്ങൾക്ക് ഭംഗിയാക്കി തീർത്തല്ലോ. ഈ ഒരാഴ്ചക്കാലം യുവജന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവങ്ങൾ കാഴ്ചവെക്കുവാൻ കർത്താവിൻ്റെ മക്കളെ ദൈവം സഹായിച്ചല്ലോ. അവരെ പൂർവാധികം ശക്തിയോടെ ഈ സഭയ്ക്ക് വേണ്ടി ഒരു നല്ല തീരുമാനമെടുത്തുകൊണ്ട് തളിക്കപ്പെട്ട യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഞങ്ങളുടെ യാത്രകൾ, ഞങ്ങളുടെ ജീവിതങ്ങൾ, ഞങ്ങളുടെ പ്രവൃത്തികൾ ഏറ്റവും ശ്രേഷ്ഠമായി തീരുവാൻ അങ്ങ് സഹായിക്കണം. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും നൽകി ദൈവം കാത്തു സൂക്ഷിക്കണം. സകലതും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേയും. ആമേൻ. കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്കൊരുമിച്ച് പറയാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ, രാജ്യം വരയണമേ, സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങൾക്ക് തരണമേ. ക്ഷമിക്കുന്നത് പോലെ കടങ്ങൾ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷകർത്താതെ സകലവശം വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. സമാധാനത്തോടെ ആശീർവാദം കൈക്കൊള്ളാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും കാലാവസാനത്തോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. എന്റെ സർവാന്തരമേ അക്ഷത നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ ചെയ്ത കാര്യങ്ങളൊന്നും മറക്കരുത്. ആമേൻ. സഭയ്ക്കിരിക്കാം. ശുശ്രൂഷ അവസാനിച്ചു. ഈ സമയം കൃതജ്ഞത പറയുവാനായിട്ട് പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു. ഈ സമയം കൃതജ്ഞത അറിയിക്കുന്നേക്കായി സഭാപ്രസിഡന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യം നന്ദി പറയുക എന്നതാണ്. ആദ്യമായി നന്ദി പറയേണ്ടത്
ഈ ഒരു സായാഹ്നം നമുക്കൊരുക്കി എന്നെ ഇവിടെ നിർത്തിയ എൻ്റെ യേശുവപ്പനാണ്. കാരണം ഇത് നമ്മുടെ സർക്കിൾ സെക്രട്ടറി സഹായദാസ് സാറ് പറഞ്ഞൊരു സാക്ഷ്യം, സാറിനെ ഇവിടെ ഇരുത്തിയിരിക്കുന്നതും എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നതും യേശു കർത്താവാണ്. ഏകദേശം 2 മാസം മുമ്പ് തച്ചോട്ടാവ് പ്രാരം ജംഗ്ഷനിൽ വെച്ചിട്ട് എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അത് ആക്സിഡൻറ്റ് വണ്ടി ഇടിച്ച് അതുമാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ബാക്കി പിന്നെ എന്നെ പിടിച്ച് ഉയർത്തി വെള്ളം തന്നത് മാത്രമേ എനിക്ക് പിന്നെ ഓർമ്മയുള്ളൂ. അപ്പോൾ ഇടിച്ചതും ബാക്കിയുള്ള കാര്യം ആട്ടോയായിട്ടാണ് കൂട്ടിയിടിച്ചത്. പക്ഷേ എൻ്റെ വണ്ടിക്ക് ഏകദേശം 7,000 രൂപയോളം പണിയായി. പക്ഷേ എൻ്റെ സർവശക്തനായ ദൈവം എൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും പുറത്തു വരാൻ അനുവദിച്ചില്ല. ആ ദൈവത്തിന് നന്ദി ആദ്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അടുത്തത് നന്ദി പറയേണ്ടത് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന യുവജന പ്രസിഡൻറ്റ് അച്ചുവിനാണ്. അച്ചുവിന് ഈ കൺവെൻഷൻ്റെ പേരിലും യുവജന സംഘടനയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സഭയുടെ പേരിലുമുള്ള നന്ദി പറഞ്ഞുകൊള്ളുകയാണ്. അടുത്തതായി നന്ദി പറയേണ്ടത് നമ്മുടെ സഭാ ശുശ്രൂഷകനാണ്. സഭാ ശുശ്രൂഷകനെ നമുക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കിട്ടിയുള്ളൂ. നല്ല സാക്ഷ്യമുള്ള ഒരു അച്ഛനാണ്. അച്ഛനും അച്ഛൻ്റെ കുടുംബമായി വന്നിട്ടുണ്ട്. ഒരു മോനും വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛന് നമ്മുടെ സഭയുടെയും ഈ യുവജന സംഘടനയുടെ പേരിലും ഈ സഭയുടെ പേരിലും ഈ സഭാ കമ്മിറ്റിയുടെ എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അടുത്തതായി നന്ദി പറയേണ്ടത് നമുക്ക് വചന സന്ദേശം തന്ന യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് പല വിധമായ വചനങ്ങളിലൂടെ നമ്മളെ പ്രാണനെ തണുപ്പിച്ച റവറൻറ്റ് ജെ മോഹൻരാജ് അച്ഛനാണ്. തിരുവനന്തപുരം സെനഡ് വൈസ് പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിക്കുന്നു. വട്ടപ്പാറ ലൂതറൻ ചർച്ചിലാണ് അച്ഛൻ വർക്ക് ചെയ്യുന്നത്. കുടുംബമായിട്ടാണ് വന്നിട്ടത്. കൊച്ചമ്മയുണ്ട്. അപ്പോൾ കൊച്ചമ്മയ്ക്കും ഈ അച്ഛനും സഭയുടെ പേരിലും ഈ യുവജന സംഘടനയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അടുത്തതായി നന്ദി പറയേണ്ടത് ശ്രീ ടി സഹായദാസ് സാറിനാണ്. സർക്കിൾ സെക്രട്ടറിയാണ്. ആ സെക്രട്ടറി വന്ന് നമുക്ക് സാക്ഷ്യവും നല്ലൊരു പാട്ടും പാടിത്തന്നു. ആ സാറിനും ഈ സഭയുടെ പേരിലും യുവജന സംഘടനയുടെ പേരിലും ഈ സഭയുടെ പേരിലും എൻ്റെ പേരിലുമുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അടുത്തതായി നന്ദി പറയേണ്ടത് ഇതിൻ്റെ മുഖ്യ പ്രസംഗം അവതരിപ്പിക്കാൻ അവസരം കൊടുത്തത് ചന്ദ്രബോസ് എന്നുള്ള അച്ഛനാണ്. തിരുവനന്തപുരം യൂത്ത് ഫെലോഷിപ്പ് അഡ്വൈസറായിട്ടിരിക്കുന്ന അച്ഛനാണ്. അച്ഛൻ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു ചികിത്സയിലാണ്. അപ്പോൾ അദ്ദേഹം എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളിലേക്ക് മടങ്ങി വരട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അച്ഛനെയും പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക. അച്ഛനും ഉള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് ഇപ്രാവശ്യം. പിന്നെ നന്ദി പറയേണ്ടത് നമ്മുടെ ചർച്ച് കൊയർ, സഭാ കമ്മിറ്റി, യുവജന സംഘടനയുടെ ഒരാഴ്ചയുള്ള നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുകയുണ്ടായി. നമ്മളെ യുവജന മക്കൾ ഈ സഭയുടെ നെടുന്തൂണുകളായി മാറട്ടെ. ഒരു കുഞ്ഞുപോലും ഒരു ലഹരിക്ക് അടിമപ്പെട്ടോ ചീത്തയായ കൂട്ടുകെട്ടിൽപ്പെട്ടോ പോകരുത്. നല്ല മക്കളായി വളരുവാൻ അച്ഛനമ്മമാർ കരയേണ്ട ഒരവസരവും ഉണ്ടായി കൊടുക്കരുത്. അവർക്കും നന്ദി പറയാണ്. പിന്നെ വനിതാ സംഘം, ബാലജന സഖ്യം, സൺഡേ സ്കൂൾ, പിന്നെ ഈ കൺവെൻഷൻ ഈ വചനം കേൾക്കാൻ വന്ന സഭാജനങ്ങൾ, സഭയുടെ പുറത്തുനിന്നുള്ളവരുമുണ്ട്. അവർക്കുമുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ ഈ ശബ്ദപരിധിയിലായിരിക്കുന്ന ഈ വചനം കേട്ട എല്ലാവർക്കും, കർത്താവിൻ്റെ നാമം കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യം വിരമിക്കുന്നു. നന്ദി. അടുത്തൊരു മൊമെൻ്റ് നമുക്ക് മുഖ്യ പ്രസംഗിയായിട്ട് വന്ന റവറൻറ്റ് ജെ മോഹൻരാജ് അച്ഛനാണ്. നമ്മുടെ സഭാ ശുശ്രൂഷകൻ അത് നൽകുകയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത് നമ്മുടെ സഭാ ശുശ്രൂഷകന് ഒരു മൊമെൻ്റ് സമ്മാനിക്കുകയാണ്. അച്ഛനെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുകയാണ്. എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി. നമുക്കിന്ന് ഈ കൺവെൻഷൻ സ്പോൺസറായി ചെയ്തത് ശ്രീ ആദിത്യ അവരാണ്. അവളുടെ വിവാഹം പ്രമാണിച്ച് ഈ കൺവെൻഷൻ സ്പോൺസറായി ചെയ്ത ആദിത്യയ്ക്കും അവരുടെ കുടുംബത്തിനും സംഘടനയുടെയും സഭയുടെയും പേരിലുള്ള നന്ദി ഞാൻ ഈ സമയം അറിയിച്ചു കൊള്ളുകയാണ്.